Redmi Note8Pro എന്ന ഫോണിന്റെ ചാർജിംഗ് ഡ്രെയിനിങ് ടെസ്റ്റ് ആണ്. അപ്പോൾ ആദ്യം ചാർജിങ്ങോടെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ടൈമർ നിങ്ങൾക്ക് കാണാം. ബാറ്ററി കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിന് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജർ കിട്ടുന്നുണ്ട്, 18 വാട്ട് ഫാസ്റ്റ് ചാർജർ. അപ്പോൾ ആ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ചാർജ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ MTK G90T ആണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ചാർജിങ്ങിൻ്റെ പ്രൊസീജിയറിലേക്ക് തന്നെ കിടക്കുകയാണ്. ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി നമ്മളെല്ലാവരും ഫോൺ ഓൺ ചെയ്ത് വെച്ച് തന്നെയായിരിക്കും ചാർജ് ചെയ്യുക. എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ മൊബൈൽ ഡാറ്റയും കൂടി ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നത്. 24 hours മൊബൈൽ ഡാറ്റ ഓൺ തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ നോർമലി ചാർജ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ്, ഫുള്ളി ഫങ്ഷണൽ രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ചാർജിങ് നടക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോൾ 15% ചാർജാണ് ഇവിടെ കയറിയിരിക്കുന്നത്. 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് 30% ചാർജ് കയറിയിരിക്കുന്നത് കാണാം. 1 മണിക്കൂറായിരിക്കുമ്പോൾ 58% ആണ് ബാറ്ററി. അതേപോലെ ബാറ്ററി ടെമ്പറേച്ചർ 39 ഡിഗ്രി തന്നെയാണ്. ഓവർ ഹീറ്റിംഗ് ഒന്നും ചാർജിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. 1.5 മണിക്കൂർ കഴിയുമ്പോൾ 84% ബാറ്ററി ആയിട്ടുണ്ട്. അപ്പോഴും ഓവർ ഹീറ്റിംഗ് ഇല്ല. 2 മണിക്കൂറായിരിക്കുകയാണ് 97% ആണ് ചാർജ് ആയിരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഡിവൈസ് കൂളായി തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂർ 8 മിനിറ്റ് 99% ചാർജ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ 13 മിനിറ്റ് കൊണ്ട് ഫുള്ളായിട്ട് ചാർജ് ആയിട്ടുണ്ട്. നിങ്ങൾ മൊബൈൽ ഡാറ്റയ്ക്ക് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഇത് ഫുള്ളായിട്ട് ചാർജ് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ഡ്രെയിനിങ് ടെസ്റ്റിലേക്ക് വരാം. Redmi Note8Pro ഡ്രെയിനിങ് ടെസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റൈറ്റ് സൈഡിൽ കാണാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ടൈമറും ഫോണും കാണാം. ആദ്യം തന്നെ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഡ്രെയിനിങ് ടെസ്റ്റ് ആരംഭിക്കാൻ പോകുന്നത്. വൈഫൈ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡാറ്റയല്ല. കാരണം മൊബൈൽ ഡാറ്റയ്ക്ക് ഇവിടെ കാര്യമായൊരു റേഞ്ച് ഇല്ല നമ്മുടെ BSNLന്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വൈഫൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ ഡാറ്റ ആണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കുറവ് പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. കുറച്ചൊരു സ്ലൈറ്റ്ലി കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വൈഫൈ കൊണ്ടാണ് നമ്മളിവിടെ നെറ്റിൻ്റെതായ യൂസൊക്കെ നടത്താൻ പോകുന്നത്. ബാറ്ററി ലെവൽ 100% നമുക്ക് കാണാം. ബാറ്ററി ടെമ്പറേച്ചർ 31 ഡിഗ്രിയാണ്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ റെക്കോർഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. 100% ബാറ്ററി ഉള്ളപ്പോഴാണ് വീഡിയോ റെക്കോർഡിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ബാറ്ററിയുടെ നിലവാരം നോക്കാം. 84%, 16% ബാറ്ററിയാണ് 1 മണിക്കൂർ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ചിലവായിരിക്കുന്നത്. ടെമ്പറേച്ചർ 44, 45 ഡിഗ്രിയോളം വന്നിട്ടുണ്ട്. മേ ബി ഇപ്പോൾ ഒരു ഹീറ്റിംഗ് മെഷീൻ വെച്ച് ടെസ്റ്റ് ചെയ്താൽ 46, 47 വരാം. അതൊക്കെ യൂഷ്വലാണ്. ക്യാമറ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ ഓവർ ഹീറ്റിംഗ് വരുന്നത് സാധാരണയുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ യൂട്യൂബ് പ്ലേ ചെയ്ത് നോക്കാം. 84%-ന് എത്രത്തോളം ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്. 1 മണിക്കൂർ യൂട്യൂബ് വീഡിയോ ഫുൾ സ്ക്രീനിൽ ഒരു 50% ബ്രൈറ്റ്നസ്സിൽ ഒരു മീഡിയം സൗണ്ടിൽ വെച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മളൊരു നോർമൽ രീതിയിൽ യൂട്യൂബ് വീഡിയോ 1 മണിക്കൂർ പ്ലേ ചെയ്യുമ്പോൾ എത്രത്തോളം ബാറ്ററി ഡ്രെയിൻ ആവുന്നു. അപ്പോൾ 84% ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു ടൈം 2 മണിക്കൂറായിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ യൂട്യൂബ് പ്ലേ ബാക്ക് കഴിഞ്ഞു. നമുക്ക് ബാറ്ററിയുടെ ഇൻഫോ ഒന്ന് നോക്കാം. 78%, 84-ന്ന് 78-ലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 6% ബാറ്ററിയാണ് 1 മണിക്കൂർ യൂട്യൂബ് വീഡിയോ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്ലേ ചെയ്തപ്പോൾ നമുക്ക് ചിലവായത്. 37 ഡിഗ്രിയാണ് ബാറ്ററി ടെമ്പറേച്ചർ. വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ഇനി ഓൺലൈൻ മ്യൂസിക് ആപ്ലിക്കേഷൻ ഗാന പ്ലേ ചെയ്യാണ് അടുത്ത 1 മണിക്കൂർ നേരം. 3 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ ഗാന ഓൺലൈൻ മ്യൂസിക് ആപ്ലിക്കേഷൻ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാറ്ററി എക്സ്പെൻസ് എത്രയാണെന്ന് നോക്കാം. 71% ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ബാറ്ററി ടെമ്പറേച്ചറും ഓവറായിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ 71% ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി 1 മണിക്കൂർ PUBG കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പോവുകയാണ്. എത്രത്തോളം 71% എത്ര കണ്ട് ചിലവാകുന്നുണ്ട് 1 മണിക്കൂർ PUBG ഗെയിമിങ്ങിന് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഒരു മീഡിയം ബ്രൈറ്റ്നസിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് കളിക്കുന്നത്. ഫുൾ സൗണ്ടൊക്കെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റിയിൽ ഡിഫോൾട്ട് ഗ്രാഫിക്സ് സെറ്റിംഗ്സിലാണ് ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കളി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നോക്കാം 71% എത്ര ഡ്രോപ്പായി. 56% ആണുള്ളത്. അപ്പോൾ നമുക്കൊരു 10-15%ഓളം ബാറ്ററി. യൂഷ്വലായിട്ട് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ പെർഫോമൻസിൽ ഈ ഒരു ബാറ്ററി കപ്പാസിറ്റിയുള്ള ഫോണുകൾ കാണുന്ന ഒരു ഡ്രെയിനിങ് തന്നെയാണത്. ഇനി 1 മണിക്കൂർ ബ്രൗസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 56% എത്ര കണ്ട് ഡ്രോപ്പ് ആവുന്നുള്ളത് നമുക്ക് കാണാൻ പോവുകയാണ്. അപ്പോൾ 1 മണിക്കൂർ ബ്രൗസിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ബാറ്ററി ഇൻഫോ നമുക്കൊന്ന് നോക്കാം. 56-ന് 49. അപ്പോൾ ഒരു 6-7% ബാറ്ററിയാണ് നമുക്ക് നെറ്റ് ബ്രൗസ് ചെയ്യുന്ന 1 മണിക്കൂർ നെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു വലിയ ഓവർ ഹീറ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നമ്മൾ ഇത്ര നേരം കണ്ട മേഖലകളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അസ്ഫാൾട്ട് 9 എന്ന ഗെയിം 1 മണിക്കൂർ കളിക്കാൻ പോവുകയാണ്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ അസ്ഫാൾട്ട് 9 എന്ന ഗെയിം കളിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര കണ്ട് ബാറ്ററി നമുക്ക് ചിലവായിട്ടുണ്ടെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഒരു 10-15% അടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടെയും ബാറ്ററി ഡ്രെയിൻ വന്നിട്ടുള്ളൂ. ബാറ്ററി ലെവൽ 33% ആണ്.
ടെമ്പറേച്ചർ 38 ഡിഗ്രി. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നും കാര്യമായിട്ട് അങ്ങനെ വരുന്നില്ല. അതേസമയം ബാറ്ററി ലൈഫ് നല്ലോണം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ കോളിംഗ് ആണ് അടുത്ത 1 മണിക്കൂർ ചെയ്യാൻ പോകുന്നത്. 1 മണിക്കൂർ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്യാണ്. 33% നിന്ന് 29%. അപ്പോൾ ഒരു 3-4% ബാറ്ററി മാത്രമേ ചിലവുള്ളൂ. ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. ബാറ്ററി ടെമ്പറേച്ചർ 33 ഡിഗ്രിയാണ്. അപ്പോൾ വളരെ കൂളായ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും കവർ ചെയ്ത് വന്നു. വളരെ നല്ല ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ്. ഇപ്പോഴും നല്ലൊരു ബാറ്ററി ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് കൊണ്ട് നമുക്ക് എത്ര നേരം കണ്ടിന്യൂസ് ആയിട്ട് പബ്ജി കളിക്കാൻ പറ്റും, അത് തന്നെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 29% ബാറ്ററി കൊണ്ട് നിങ്ങൾക്ക് എത്ര നേരം പബ്ജി കളിക്കാൻ പറ്റും? 8 മണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. 29% നിന്ന് എത്ര ഡ്രോപ്പായി? 14% ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെയാണ്, ഒരു 10-15% തന്നെയാണ് 1 മണിക്കൂർ ഗെയിം പ്ലേക്ക് വരുന്നത്. യൂഷ്വലാണ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് 1 മണിക്കൂർ കൂടി കളിക്കാൻ പറ്റണം. കാരണം ഇവിടെ 14% ബാറ്ററി ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് 1 മണിക്കൂർ കൂടി കളിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കാം എത്ര നേരം കൂടി പബ്ജി കളിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ 9 മണിക്കൂറായിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ 14% നിന്ന് 1 മണിക്കൂർ കൂടി നമുക്ക് പബ്ജി കളിക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു പബ്ജി കളിക്ക് 1 മണിക്കൂറിന് 15% ആണ്. അപ്പോൾ പബ്ജി കളിക്കുന്നവർക്ക് ആ ഒരു ലെവൽ കണക്കാക്കിക്കൊണ്ട് ധൈര്യമായിട്ട് കളിക്കാം. അപ്പോൾ എന്തായാലും നല്ല ഒരു ബാറ്ററി ലൈഫ്, 4500 mAh ബാറ്ററി 9 മണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മിക്സ്ഡ് യൂസേജിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മികച്ച ഒരു ബാറ്ററി ലൈഫായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് കഴിയുമ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമുട്ടാം. ബൈ.